ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് മുഹബത്ത് സുലൈമാനി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനോട് ആവശ്യമുള്ളത് കുറച്ച് പുതിയനില, കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്ക. ഇതിലേക്ക് നമ്മൾ അവസാനം കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് വെള്ളമാണ്. അതിൽ 3/4 ഗ്ലാസ് വെള്ളം നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളയ്ക്കാറാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ കറുകപ്പട്ടി, കരയാമ്പൂ, ഏലക്ക എല്ലാം ഇതിലിട്ടിട്ടൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. എന്നിട്ട് അതിന് അരിച്ചിട്ട് ബാക്കി കിട്ടുന്ന കറുകപ്പട്ടയും കരയാമ്പൂ എല്ലാം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കാരണം നമുക്ക് ലാസ്റ്റ് അത് ചായ റെഡി ആയതിനു ശേഷം അതിലിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി 1/4 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ ചായയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഒഴിക്കണം. കാരണം ആ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുത്താലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് രണ്ടും കൂടി പെട്ടെന്ന് തന്നെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ 2 കളർ കോമ്പിനേഷൻ കിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് അടിയിൽ വെള്ളത്തിൻ്റെ കളറും മുകളിൽ ചായയുടെ കളറായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കളറ് വരിക. താഴെ വെള്ളത്തിൻ്റെ കളറും മുകളിൽ ചായയുടെ കളറും. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കറുകപ്പട്ടിയും ഏലക്കായും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ പുതിനയുടെ ഇല ഇട്ടിട്ട് നമുക്കിതൊന്ന് ഭംഗിയാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുഹബത്ത് സുലൈമാനി ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം. ഒരു പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.